നീതിമാൻ കർത്താവിൽ അഭയം തേടുന്നു. അവർ മനുഷ്യരെ ഭയപ്പെടുകയില്ല. കർത്താവിൽ ആശ്രയിക്കും. ആർത്തിരമ്പുന്ന കടൽ പോലെ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടായാലും അവർ ചഞ്ചലപ്പെടുകയില്ല. അവർ ആശ്രയിച്ചിരിക്കുന്നത് ശക്തനായവനെയാണ്. ചെങ്കടലിൽ വഴി വെട്ടിയവനാണ് അവൻ ആശ്രയിക്കുന്നത്. ദുഷ്ടരുടെ പരിഹാസം അവർ ചെവിക്കൊള്ളാറില്ല. പീഡിതരുടെ നിലവിളി കേൾക്കുന്നവനാണവൻ. കർത്താവ് നീതിമാനാണ്. അവൻ നീതിയുക്തമായ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു. കർത്താവ് നീതിമാന്റെ ശിരസ്സ് ഉയർത്തുന്നു. തനിക്കെതിരെ വരുന്ന ശത്രുക്കളെ നീതിമാൻ ഭയപ്പെടുകയില്ല. കാരണം അവൻ ആശ്രയിച്ചിരിക്കുന്നത് കരുണാമയനായ കർത്താവിനെയാണ്. നീതിമാന്മാരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. പരിച കൊണ്ടെന്ന പോലെ കാരുണ്യം കൊണ്ട് അവിടുന്ന് അവരെ കാത്തു പരിപാലിക്കുന്നു. കർത്താവ് പറയുന്നു, നിന്റെ കാൽ കുടുക്കിൽപ്പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. ദാനിയേൽ നീതിമാനായിരുന്നു. അവനെ സിംഹക്കുഴിയിൽ നിന്നും തീച്ചുളയിൽ നിന്നും ഇന്നും ജീവിക്കുന്ന ദൈവം അവനെ കാത്തുപരിപാലിച്ചു. എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എൻ്റെ ബലം. നമുക്ക് ശക്തനായവനെ ആശ്രയിക്കാം. അവൻ്റെ കരം പിടിക്കാം. നമ്മെ ഭാരമേൽപ്പിക്കാം. ആമേൻ.